ഇടുക്കി വാഗമണ്ണിൽ വാഹന യാത്രക്കാർ തമ്മിലുണ്ടായ സംഘർഷവും പിന്നാലെ ഉണ്ടായ മർദ്ദനത്തിന്റെയും ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കാറിലെത്തിയ ഈരാറ്റുപേട്ട സ്വദേശികളും ബൈക്കിലെത്തിയ വാഗമൺ സ്വദേശികളും തമ്മിലാണ് സംഘർഷമുണ്ടായത്. ജെയിനിസ് രാജു ടെലിഫോൺ ലൈനിൽ ചേർന്ന വിവരങ്ങളുമായി. ജെയിൻ, എന്താണ് സംഭവം? കുഞ്ഞുങ്ങളുടെ കരച്ചിലൊക്കെ ദൃശ്യത്തിൽ കേൾക്കുന്നുണ്ടല്ലോ. മോത്തി 24-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. ഈരാറ്റുപേട്ട സ്വദേശി സാദിഖും കുടുംബവും 6 പേരടങ്ങുന്ന സംഘം വാഗമണിലെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷം തിരികെ മടങ്ങുകയായിരുന്നു. ആ സമയത്താണ് മാസ്കോ ടീ ഫാക്ടറിക്ക് സമീപത്ത് വെച്ച് 3 ചെറുപ്പക്കാർ ഒരു ബൈക്കിലെത്തുകയും വാഹനം തടഞ്ഞു നിർത്തുകയും റോങ് സൈഡായി വാഹനം ഓടിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് മർദ്ദിക്കുകയും ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. 2 വിഭാഗക്കാരും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട്. ഈ വിനോദസഞ്ചാരികളെ മർദ്ദിച്ചുവെന്നും നാട്ടുകാരെ മർദ്ദിച്ചുവെന്നും ആരോപിച്ചുകൊണ്ട് ചികിത്സ തേടുകയും അതോടൊപ്പം തന്നെ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ സംഭവം അടുത്ത 6 ദിവസത്തിന് ശേഷം 31-ാം തീയതിയാണ് പോലീസ് ഇതിൽ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഈ 2 പേരുടെ പരാതിയിലും പോലീസ് കേസെടുക്കാനാണ് സാധ്യത. പക്ഷെ നമുക്കറിയാം, ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇത്തരം സംഘർഷങ്ങൾ ഒരുപക്ഷെ തുടർക്കഥയാവുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസങ്ങളിൽ മൂന്നാറിലാണ് സംഭവിച്ചതെങ്കിൽ വാഗമൺ മേഖലയിലും സമാനമായിട്ടുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ലഹരിയുടെ ഉപയോഗം ഇതിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്ന് പറയുന്നുണ്ട്. കാരണം ഇപ്പോൾ നാട്ടുകാരായ ചില യുവാക്കളാണ് ഈ സംഘർഷത്തിന് നേതൃത്വം കൊടുത്തത്. ആ മേഖലയിൽ അവർക്ക് ലഹരി ഇടപാടുമായി ബന്ധമുള്ളവരാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ആക്ഷേപങ്ങളായിട്ട് ഉയർന്നു വരുന്നുണ്ട്. അപ്പൊ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളൊരു വീഴ്ചയാണ് ഇക്കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് മാറുന്നത്. കാരണം ടൂറിസം മേഖലയിൽ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് കൂടുതൽ പോലീസിനെ വിന്യസിക്കുകയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കൃത്യമായ നിയമ നടപടികൾ സ്വീകരിക്കുകയും വേണം. പക്ഷെ അത്തരത്തിൽ ഒരു സജീവമായിട്ടുള്ള ഇടപെടൽ വാഗമൺ പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്ന ആക്ഷേപം ജനപ്രതിനിധികളടക്കം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പല അക്രമ സംഭവങ്ങൾ ഉണ്ടാവുകയും അത് നാട്ടുകാർ തന്നെ സ്വയം നിയമം കയ്യിലെടുക്കുകയും നിയമപാലനം ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു രീതി ഈ ടൂറിസം മേഖലയിലുണ്ട്. അതാണ് തീർച്ചയായിട്ടും ഇടപെടേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇത്തരം ഇപ്പോൾ 2 സ്ഥലത്തു നിന്ന് വരുന്ന ആളുകളാണ്. വിനോദസഞ്ചാരികൾ പുറമേ നിന്ന് വരുന്നവർ, അവർ പല സ്വഭാവത്തിലുള്ള ആളുകളായിരിക്കും. അവർ ലഹരി ഉപയോഗിക്കുന്നവരായിരിക്കാം. ലഹരി ഉപയോഗം ലക്ഷ്യമിട്ടായിരിക്കും അവർ ഇത്തരം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നത്. പക്ഷെ അവർ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് നിയമപാലനം നാട്ടുകാർ ഏറ്റെടുക്കാതെ അത് പോലീസിൽ ഇടപെടുത്തി ആ പ്രശ്നം നിയമപരമായി നേരിടുകയാണ് ചെയ്യുന്നത്. നിയമപാലനം മുന്നോട്ട് കൊണ്ടുപോയേക്കേണ്ട മേഖലകളിൽ ഒന്നാണ് ടൂറിസം കേന്ദ്രമാണ്. അവിടെ അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. പകരം ഈ പ്രശ്നത്തിൽ അകപ്പെടുന്നവർ തന്നെ കൈകാര്യം ചെയ്യുന്നൊരു രീതിയാണ്, അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അത് പലപ്പോഴും മർദ്ദനത്തിലൊക്കെ കലാശിക്കുന്നതും സ്വാഭാവികമായി അവിടെ നടക്കുന്നു. പക്ഷേ ഇത് ഒഴിവാക്കേണ്ടതാണ്. വിവരങ്ങൾ നൽകിയത് ജെയിനിസ് രാജു ആണ്.